ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ബൂത്ത് സെൻട്രൽ ആൻഡ് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഉള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ, നമ്മുടെ സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ആക്ടിൻ്റെ അകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊസീജിയർ റൂൾസ് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർട്ടിക്കിൾ 323A ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ വേർഡിങ്സ് ഇങ്ങനെയാണ്: empowers parliament to establish administrative tribunals. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 323A എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ 323B ഉണ്ട്. എംപവേഴ്സ് പാർലമെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് അതർ ട്രൈബ്യൂണൽസ്, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് അല്ലാണ്ട് ഇപ്പോൾ ലാൻഡ് റിഫോംസ്, ടാക്സേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 323B. ഇവ രണ്ടും പാർട്ട് 14A പാർട്ട് 14A ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ട്രൈബ്യൂണലിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ ആക്ടിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മൊത്തത്തിലാണേ പറയുന്നത്, സെൻട്രൽ സ്റ്റേറ്റും ജോയിൻറ്റും എല്ലാം കൂടെ ചേർത്ത് പറയുവാണ്. കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ വരുന്ന എല്ലാ പബ്ലിക് സർവൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ശമ്പളം കൈപ്പറ്റുന്ന ഏതൊരു വ്യക്തിയുടെ സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയും, അതേപോലെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ വേണ്ടിയും ഉള്ള ഒരു ബോഡിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവരുണ്ട്. അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള, അതായത് ഈ സർക്കാരുകളുടെ കീഴിലുള്ള, കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് കമ്പനികൾ, കോർപ്പറേഷൻ, ഇതിലൊക്കെ ഉള്ള ആൾക്കാരുടെ സർവീസ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെടുന്ന ഒരു റിഡ്രസൽ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരമുള്ള ഒരു സ്ഥാപനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. Empowers Parliament to establish administrative tribunals to adjudicate disputes regarding appointment and conditions of service of persons appointed to public service by the center, state, local bodies, public corporations and other public authorities. അതാണ് നമ്മുടെ ആർട്ടിക്കിൾ 323A അകത്ത് വരുന്ന കാര്യം. ഇനി enables Parliament to adjudicate disputes relating to service matters from civil courts and high courts and refer them to administrative tribunals. അപ്പോൾ ഇതേ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന കേസുകൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സിവിൽ കോടതികളിലോ അല്ലെങ്കിൽ ഹൈക്കോടതികളിലോ ഉണ്ട് എങ്കിൽ ആ കേസുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 323A പ്രകാരം പാർലമെൻറ്റ് ഈ പറയുന്ന ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ആക്ട് വരുന്നത്. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് വരുന്നത്. ആക്ട് empowers the central government to establish central administrative tribunal and state administrative tribunals and joint administrative tribunals. The act has become new way of getting speedy and inexpensive justice to aggrieved public servants. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് കോടതിയിൽ പോയാലും ഇതേ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫയൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മേൽക്കോടതി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ
നമുക്ക് ഈ പറയുന്ന നമുക്കൊരു ജസ്റ്റിസ് കിട്ടാൻ ഒത്തിരി ടൈം എടുക്കും, ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് അവിടെയുള്ള പ്രോസസ്സ്. പക്ഷേ ട്രൈബ്യൂണലിൻ്റെ കാര്യം അങ്ങനെയല്ല. ചിലപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട്, ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ 1-2 ദിവസം കൊണ്ടൊക്കെ വിധി വരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ട്രൈബ്യൂണൽ. ഹൈക്കോർട്ടിലും അങ്ങനെയുണ്ട്, പക്ഷെ അത് അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലേ മാത്രമേ അത്രയും പെട്ടെന്ന് ഹൈക്കോർട്ടിൽ നിന്ന് വിധി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫാസ്റ്റായിട്ട്. അതേപോലെ തന്നെ ഹൈക്കോർട്ടിലേക്ക് നമ്മളൊരു കേസുമായിട്ട് പോയാൽ നമുക്ക് ഒത്തിരി ചിലവാണ്. നമുക്ക് ഹൈക്കോർട്ടിലുള്ള വക്കീലന്മാരെ കൊണ്ട് വാദിപ്പിക്കണം, അവരുടെ ഫീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഹൈക്കോർട്ടിൻ്റെ ഒരു അഡ്ജുഡിക്കേഷൻ പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഈവൻ ഒരുവിധം സ്വയം വേണമെങ്കിലും നമുക്ക് വാദിക്കാം. നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, നമുക്ക് കാര്യമായിട്ട് വാദിക്കാനൊക്കെ കുറച്ചൊരു ധാരണയുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് ജഡ്ജിന് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ സ്വമേധയായി വാദിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള കുറേയധികം ഗുണങ്ങളുണ്ട് നമ്മുടെ ട്രൈബ്യൂണൽസിന്. അതേപോലെ തന്നെ നമ്മുടെ മേൽക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും ഈ ട്രൈബ്യൂണൽ കാരണം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രൈബ്യൂണലിൻ്റെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. This act has become a new way of getting speedy and inexpensive justice to aggrieved public servants. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് എന്താ? നിയമം വഴി സ്ഥാപിതമായ ബോഡികളെയാണ്. അതായത് പാർലമെന്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമം വഴി സ്ഥാപിതമായ ബോഡീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി. നിയമം വഴി സ്ഥാപിതമായതല്ലേ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ടിൻ്റെ ബേസിസിൽ. ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീഡിങ്സ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സുമാണ്. ട്രൈബ്യൂണൽസ് അണ്ടർ ആർട്ടിക്കിൾ 323A ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ബൈ പാർലമെൻറ്റ്. അല്ലേ, പാർലമെൻറ്റിനല്ലേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? പാർലമെൻറ്റ്, അതല്ലേ നമ്മുടെ ആർട്ടിക്കിൾ 323A എന്ന് പറയുന്നത് തന്നെ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ 1985 നിയമത്തിൻ്റെ ബേസിസിൽ തന്നെയാണ് 1985 നിലവിൽ വന്നത്. 19 ബെഞ്ചസ് ആണുള്ളത്. 19 ബെഞ്ചസ്. അതിൽ 17 ബെഞ്ചസും പ്രിൻസിപ്പൽ ഹൈക്കോർട്ടുകളിലെ, അതായത് റെസ്പെക്റ്റീവ് പല സംസ്ഥാനങ്ങളിലെ ഹൈക്കോർട്ടിൽ തന്നെയാണ് ഹൈക്കോർട്ടിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ചിലാണ് ഈ പറയുന്ന 17 ബെഞ്ചുകളും. 2 എണ്ണം ഒഴിച്ചാൽ 19 2 എണ്ണം ഒഴിച്ചാൽ ബാക്കി 17 എണ്ണവും ഹൈക്കോർട്ടിൻ്റെ പ്രിൻസിപ്പൽ സീറ്റിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഈ പറയുന്ന കൊച്ചിയിലുള്ള ബെഞ്ചാണെങ്കിലും ഈ പറയുന്ന ആദ്യം ഹൈക്കോർട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു, ഹൈക്കോർട്ട് കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയായിരുന്നു. പിന്നീട് ഇപ്പോൾ മാറ്റി ആദ്യം ഹൈക്കോർട്ട് കോംപ്ലക്സിൽ തന്നെയായിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 1985 നിലവിൽ വന്നു. പ്രിൻസിപ്പൽ ബെഞ്ച് ന്യൂഡൽഹിയിലാണ്. നമ്മുടെ ആക്ടിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്ടിൻ്റെ അകത്ത് നമ്മളത് പറയുകയും ചെയ്തായിരുന്നു. പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ആൻഡ് അതർ അഡീഷണൽ ബെഞ്ചസ് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. 19 റെഗുലർ ബെഞ്ചുകളുണ്ട്. അതിൽ 17 എണ്ണം ഹൈക്കോർട്ടിൻ്റെ പ്രിൻസിപ്പൽ സീറ്റിലാണ് ഉള്ളത്. എക്സംഷൻ ആയിട്ടുള്ള 2 എണ്ണമാണ് ലക്നൌവും അതേപോലെ തന്നെ ജയ്പൂരും. ഇത് സർക്യൂട്ട് ബെഞ്ചായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ഹൈക്കോടതികളുടെ മറ്റ് സീറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ദീസ് ബെഞ്ചസ് ഓൾസോ ഹോൾഡ് സർക്യൂട്ട് സിറ്റിംഗ്സ് ഇൻ അതർ സീറ്റ്സ് ഓഫ് ദ ഹൈക്കോർട്ട്സ്. ഇനി ബെഞ്ചസ് ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഈ 19 ബെഞ്ചസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ന്യൂഡൽഹി ബെഞ്ച്, അലഹബാദ് ബെഞ്ച്, ലക്നൗ ബെഞ്ച്, കട്ടക് ബെഞ്ച്, ഹൈദരാബാദ് ബെഞ്ച്, ബാംഗ്ലൂർ, മദ്രാസ്, എറണാകുളം ബെഞ്ച്. എറണാകുളം ബെഞ്ചാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് എറണാകുളമാണ്. കേരളം മാത്രമല്ല, കേരളവും ലക്ഷദ്വീപും കൂടെ ഉള്ള ഇപ്പോൾ ഈ പറയുന്ന മൊത്തം ഏരിയയുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ബെഞ്ചാണ്. കേരളത്തിനകത്ത് എറണാകുളം ബെഞ്ച് മാത്രമേ ഉള്ളൂ. ബോംബെ ബെഞ്ച്, അഹമ്മദാബാദ് ബെഞ്ച്, ജോധ്പൂർ ബെഞ്ച്, ജയ്പൂർ ബെഞ്ച്, ചണ്ഡീഗഡ് ബെഞ്ച്, ജബൽപൂർ ബെഞ്ച്, പട്ന ബെഞ്ച്, കൽക്കട്ട ബെഞ്ച്, ഗുവാഹത്തി ബെഞ്ച്. അതേപോലെ തന്നെ ഗുവാഹത്തി ബെഞ്ചിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ഹൈക്കോർട്ടിൻ്റെ കാര്യം അറിയാമായിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയ വൈസ് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോർട്ട് ഗുവാഹത്തി ഹൈക്കോർട്ടാണ്. ആസാമിൻ്റെ നമ്മുടെ ഗുവാഹത്തി ഹൈക്കോർട്ടാണ്. അപ്പോൾ അതേ ഗുവാഹത്തി ബെഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ഏരിയ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. കുറേയധികം സംസ്ഥാനങ്ങൾ തന്നെയുണ്ട് ഗുവാഹത്തി ബെഞ്ചിന്. നമ്മുടെ അടുത്ത സ്ലൈഡിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ. പിന്നെ ജമ്മു ബെഞ്ചും ശ്രീനഗർ ബെഞ്ചും ഏറ്റവും അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്ത 2 ബെഞ്ചാണ് ഇത്. നമ്മുടെ സ്റ്റേറ്റ് ഹുഡൊക്കെ മാറി യൂണിയൻ ടെറിട്ടറി ഒക്കെ വന്നതിന് ശേഷം
കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ 2020-ലും 2021-ലും 2020-ലും 2021-ലും 2020-2021-ലും ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജമ്മു ബെഞ്ചും അതേപോലെ തന്നെ ശ്രീനഗർ ബെഞ്ചും. അപ്പോൾ ഇതോടെ വേറൊരു പ്രത്യേകതയുണ്ട്, കുറച്ചധികം പ്രത്യേകതയുണ്ട് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ. 2020 അതിൽ 0 വരുന്നില്ല, 2020, 2021. അപ്പോൾ ഈ ജമ്മു ബെഞ്ചിൻ്റെ അധികാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജമ്മു കാശ്മീർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിൻ്റെ 10, ഞാൻ തൽക്കാലം ഇവിടെ എഴുതുവാണേ, 10 ഡിസ്ട്രിക്ട്സും, ജമ്മു കാശ്മീരിൻ്റെ 10 ഡിസ്ട്രിക്ട്സും, അതേപോലെ തന്നെ ലഡാക്കിൻ്റെ, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിൻ്റെ ജില്ലയായ ലേ എന്ന് പറയുന്ന ജില്ലയും, ഈ രണ്ടും കൂടെ ചേർന്നതാണ് ജമ്മു ബെഞ്ചിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏരിയ. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, ജമ്മു കാശ്മീർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിൻ്റെ 10 ജില്ലകളും അതേപോലെ തന്നെ ലഡാക്ക്, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിൻ്റെ ഒറ്റ ജില്ലയായ, അല്ലെങ്കിൽ ഒറ്റ ജില്ല എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിൻ്റെ ഭാഗമായ ലേ എന്ന് പറയുന്ന ഒരൊറ്റ ജില്ലയും, ഇത്രയും ജില്ലകളാണ് ജമ്മു ബെഞ്ചിൻ്റെ ജൂറിസ്ഡിക്ഷൻ. ഇനി ശ്രീനഗർ ബെഞ്ചിലേക്ക് വരുമ്പോൾ ഇതേ ജമ്മു കാശ്മീരിൻ്റെ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിൻ്റെ 10 ജില്ലകളും അതേപോലെ തന്നെ ലഡാക്ക്, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിൻ്റെ വേറൊരു ജില്ലയായ കാർഗിൽ ജില്ല, ഈ പറയുന്ന കാർഗിലും കൂടെ ചേർന്ന ഇത്രയും ഏരിയയുടെ ജൂറിസ്ഡിക്ഷനാണ് ശ്രീനഗർ. അപ്പം ഇതിൻ്റെ ഒരു കാര്യം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപ്പം ഈ ഒരു കാര്യം നമ്മുടെ PIB റിപ്പോർട്ടായിട്ടൊക്കെ വന്നായിരുന്നു. ഈ ഇനോഗ്രേഷൻ സമയത്ത് നമ്മുടെ ജിതേന്ദ്ര സിംഗ് തോമർ അദ്ദേഹമായിരുന്നു ശ്രീനഗർ ബെഞ്ച് ഇനോഗ്രേറ്റ് ഒക്കെ ചെയ്തത്. 2021 നവംബറിലാണ് ആ ഒരു ഇനോഗ്രേഷനൊക്കെ നടന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിലാണെങ്കിൽ പോലും എടുത്തു പറയുന്ന ഒരു ഹെഡിങ്ങിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹവും അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ഒരു ശ്രീനഗർ ബെഞ്ചും കൂടെ വന്ന സമയത്ത് ജമ്മു കാശ്മീർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിന് 2 ബെഞ്ചുകൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 2 ബെഞ്ചുള്ള ഒരേ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ഇന്ന് നിലവിൽ ജമ്മു കാശ്മീർ. അപ്പോൾ ഈ ഒരു 2 ബെഞ്ച് വരുന്നതോടെ ആ ഒരു പ്രത്യേകതയും നമ്മുടെ ജമ്മു കാശ്മീർ കൈവരിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർത്ത് വെച്ചോളുക. പിന്നെ എറണാകുളം ബെഞ്ച് കംപ്രൈസിങ് കേരള ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ കേരള ഹൈക്കോർട്ടിനും ഇതേപോലെയാണ്, കേരളവും അതേപോലെ തന്നെ ലക്ഷദ്വീപും കൂടെ ചേരുന്നതാണ് കേരള ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ. അതേ ജൂറിസ്ഡിക്ഷൻ തന്നെയാണ് നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ്, മാറിപ്പോവല്ലേ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ല, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ എറണാകുളം ബെഞ്ചിനുമുള്ള ജൂറിസ്ഡിക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ഏരിയ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് ഗുവാഹത്തി ഹൈക്കോർട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തിരി സംസ്ഥാനങ്ങൾ തന്നെയുണ്ട് അതിൻ്റെ കീഴിൽ. അപ്പോൾ നമുക്ക് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആസാം ഡൗട്ടില്ല, കാരണം ഗുവാഹത്തി ആസാം അല്ലേ. മേഘാലയ, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഇത്രയും സംസ്ഥാനങ്ങൾ ഗുവാഹത്തി ബെഞ്ചിൻ്റെ കീഴിലാണ്. ഓർത്ത് വെച്ചേക്കുക, ഗുവാഹത്തി ബെഞ്ചിൻ്റെ കീഴിലാണ്. ആസാം, മേഘാലയ, മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. അതേപോലെ തന്നെ ക്യാറ്റ് എക്സസൈസസ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ റിലേഷൻ ടു റിക്രൂട്ട്മെന്റ് ആൻഡ് ഓൾ സർവീസ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് സർവൻസ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് ക്യാറ്റ് എക്സ്റ്റെൻസ് ടു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ, സെൻട്രൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, സിവിൽ പോസ്റ്റുകൾ, കേന്ദ്ര സിവിൽ പോസ്റ്റുകളിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഡിഫൻസ് സർവീസിലുള്ള സിവിലിയൻ എംപ്ലോയീസ്, മിലിറ്ററി പേഴ്സണലിന് ബാധകമല്ല, ബാക്കി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സകലമാന ജീവനക്കാരും ഇൻക്ലൂഡിങ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ. ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ നമ്മുടെ IAS, IPS അതേപോലെ വരുന്ന ഈ പറയുന്ന സ്റ്റേറ്റിലും സെൻട്രലിലും ഒരേപോലെ സർവീസ് ഉള്ള ആൾക്കാരാണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം അവരുടെ സർവീസ്, അതാണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഓൾ ഇന്ത്യ IAS, IPS അതാണ് മെയിൻ ആയിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസസ്. ആ ഓൾ ഇന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥരും ബാക്കി സെൻട്രൽ സർവീസിൽ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എക്സെപ്റ്റ് മിലിറ്ററി പേഴ്സണൽ, ഇവരുമായി ബന്ധപ്പെടുന്ന സർവീസ് ഡിസ്പ്യൂട്ട്സിന് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. ഇനി സെക്ഷൻ 14 സബ്സെക്ഷൻ 2 ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 പ്രകാരം
ഇന്ത്യയിൽ 215 സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ 215 സ്ഥാപനങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ 215 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം നമ്മുടെ CAT CAT-നുണ്ട്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനുണ്ട്. 215 organizations under the central government have been brought within the jurisdiction of CAT. However, it does not include members of defense forces. അതേപോലെ തന്നെ ഇത് നമ്മൾ ആക്ടിൻ്റെ അകത്തും പറഞ്ഞായിരുന്നു. ആക്ടിൻ്റെ അകത്ത് ഉള്ളൊരു പ്രൊവിഷനാണ്, ഡിഫൻസ് ഫോഴ്സിലുള്ള ആൾക്കാർ വരുന്നില്ല. ഡിഫൻസ് ഫോഴ്സിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് മിലിറ്ററി പേഴ്സണൽ ആണ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ആൻഡ് കോസ്റ്റ് ഗാർഡ്, ഇത്രയും ഇതിലുള്ള ബാക്കി ഫോഴ്സും പാരാമിലിറ്ററി അങ്ങനെ കൂട്ടുന്നില്ല. എക്സാക്ട്ലി ഡിഫൻസ് ഫോഴ്സസിലുള്ള ആക്റ്റീവ് മെമ്പേഴ്സ് ഒന്നും വേണ്ട, ഡിഫൻസ് ഫോഴ്സസിലുള്ള മിലിറ്ററി പേഴ്സണലിന് ബാധകമല്ല. അതേപോലെ തന്നെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, മറ്റ് കോടതികളിലുള്ള സ്റ്റാഫുകൾ അവർക്കും ബാധകമല്ല. അതേപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ സെക്രട്ടേറിയൽ സ്റ്റാഫുകൾക്കും ബാധകമല്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമ്മളിപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നതുകൊണ്ടാണ് സുപ്രീം കോർട്ട് മാത്രം പറഞ്ഞത്, ഹൈക്കോർട്ടൊന്നും പറയാത്തത് കേട്ടോ. ഇനി ഇതേ കാര്യം തന്നെ സംസ്ഥാന നിയമസഭകൾക്കും വരുന്നുണ്ട്. സംസ്ഥാന നിയമസഭകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഭാഗമല്ലല്ലോ, അതുകൊണ്ടാണ് അതിവിടെ പറയാത്തത്. ഒറിജിനലി CAT കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്. ഒറിജിനലി ആണേ, പക്ഷേ ഇതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടല്ലോ, 2006 നമ്മുടെ ഭേദഗതിയോടെ മാറ്റിയായിരുന്നു. CAT-ൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ഇല്ല. ദ പ്രൊവിഷൻസ് ഓഫ് വൈസ് ചെയർമാൻ വാസ് റിമൂവ്ഡ് by the Administrative Tribunals Amendment Act 2006. Hence, CAT now has no vice chairman. അപ്പോൾ നിലവിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വൈസ് ചെയർമാൻ ഇല്ല. 2006 ഭേദഗതി വഴി അത് മാറ്റിയായിരുന്നു. നിലവിൽ നമുക്ക് സ്ട്രെങ്ത് നോക്കാം. ചെയർമാൻ ഒരാളേ ഉള്ളൂ, അത് നമുക്ക് ഡൗട്ടില്ല. ചെയർമാൻ ഒരാളേ ഉള്ളൂ. ചെയർമാൻ ഒരൊറ്റ ഓതറൈസ്ഡ് സ്ട്രെങ്ത് ഓഫ് ദ ചെയർമാൻ ഈസ് 1 ആൻഡ് ദ ഓതറൈസ്ഡ് സ്ട്രെങ്ത് ഓഫ് മെമ്പേഴ്സ് ഈസ് 69. ഓർത്ത് വെച്ചേക്കുക ഈ വാല്യൂസ്, ഈ ഫാക്ട്സ് അതേപോലെ ഓർത്ത് വെച്ചേക്കുക. ഈ 69 പേരിലുള്ള സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 34 ജുഡീഷ്യൽ അംഗങ്ങളും അതേപോലെ 35 അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളും ഇൻക്ലൂഡിങ് ചെയർമാൻ. ഈ 69 പേരിൽ 34 ജുഡീഷ്യൽ മെമ്പേഴ്സും 35 അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സും, ചെയർമാൻ ഉൾപ്പെടെ. അപ്പോൾ എല്ലാ ബെഞ്ചിലും നമ്മൾ ആക്ടിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഞ്ചിലും നോർമലി ഒരു ജുഡീഷ്യൽ അംഗവും ഉണ്ടായിരിക്കണം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അംഗവും ഉണ്ടായിരിക്കണം. അപ്പോൾ ദേ ആർ അപ്പോയിൻറ്റഡ് ഫ്രം ജുഡീഷ്യൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രീംസ്. അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതേപോലെ തന്നെ 50 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിക്ക് ചെയർമാനോ മെമ്പറോ ആകാൻ സാധിക്കുകയില്ല. ഈ ഒരു പോയിന്റ് നമ്മുടെ ആക്ടിൻ്റെ അകത്ത് വരുന്നതല്ല, നമ്മുടെ ആക്ടിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുമില്ല. 50 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിക്ക് ചെയർമാനോ മെമ്പറോ ആകാൻ സാധിക്കുകയില്ല. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കാര്യമാണേ പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു ഇവരുടെ ഒരു ടെനറൊക്കെ പറഞ്ഞായിരുന്നു. 5 വർഷം അല്ലെങ്കിൽ 68 വയസ്സ് വരെ, മെമ്പർ ആണെങ്കിൽ 5 വർഷം 65 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന വേറൊരു ആക്ട് ഉണ്ട്, അതാണ് നമ്മുടെ ട്രൈബ്യൂണൽസ് റിഫോം ആക്ട് 2021. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ടിൻ്റെ അമെൻമെൻ്റ് അല്ല, അതുകൊണ്ടാണ് അവിടെ പറയാത്തത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985 അമെൻമെൻ്റ് അല്ല, ഇത് ട്രൈബ്യൂണൽസ് റിഫോം ആക്ട് 2021 ആക്ടാണ്. അപ്പോൾ ഇത് പ്രകാരം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും കാലാവധിയിൽ മാറ്റം വരുത്തി. നിലവിലുള്ള ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും കാലാവധി എന്ന് പറയുന്നത് 4 വർഷമാണ്. ചെയർമാൻ ആണെങ്കിൽ 70 വയസ്സ് വരെ, അതേപോലെ തന്നെ മെമ്പേഴ്സ് ആണെങ്കിൽ 67 വയസ്സ് വരെ. They continue in office for a period of 4 years till they attain the age of 70 years in case of chairman or attain the age of 67 years in case of members, according to the Tribunals Reform Act 2021. ഇതാണ് സംഭവം. 4 വർഷമാണ് അവരുടെ ഒരു ടെനർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുതേ. അത് നമ്മുടെ ഒറിജിനൽ ആക്ട്, നമ്മുടെ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ടിൽ പറയുന്ന കാര്യമാണ്. ഇത് ട്രൈബ്യൂണൽസ് റിഫോം ആക്ടിൻ്റെ ബേസിസിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വന്ന മാറ്റമാണ്. രണ്ടുപേർക്കും, ചെയർമാൻ ആണെങ്കിലും മെമ്പർ ആണെങ്കിലും 4 വർഷം. ചെയർമാൻ ആണെങ്കിൽ 70 വയസ്സ് വരെ, മെമ്പർ ആണെങ്കിൽ 67 വയസ്സ് വരെ.
അപ്പോൾ ഇവരെ അപ്പോയിൻമെൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രസിഡൻ്റ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് CAT ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ്. അപ്പോൾ പ്രസിഡന്റ് സ്വമേധയായല്ല ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു. കാരണം ആക്ടിൻ്റെ അകത്ത് അതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി എന്താണെന്ന് വെച്ചാൽ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് പ്രസിഡന്റ് ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ആ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജ് എങ്കിലും ആയിരിക്കണം. ഇപ്പം നോർമൽ കേസിലാണെങ്കിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അല്ല എങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ. അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി ഉറപ്പായും, അദ്ദേഹം അല്ല എങ്കിൽ മീൻസ് അദ്ദേഹത്തിന് പറ്റിയില്ല എങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഉറപ്പായിട്ടും ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. അപ്പോൾ ഇതിലാരെങ്കിലും ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി നമ്മുടെ ചെയർമാനെയും മെമ്പേഴ്സിനെയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിമൂവലും അതേപോലെ തന്നെ അദ്ദേഹമാണ് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, ഈ കാരണം കൊണ്ട് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനും ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ബേസിസിലൊക്കെയാണ്, സുപ്രീം കോടതി ജഡ്ജിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിസിലൊക്കെ ഈ ഒരു വ്യക്തി തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ തൽസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റിന് പോലും മാറ്റാൻ സാധിക്കുകയുള്ളൂ. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ജോയിൻ്റ് ആണെങ്കിലും ഇതേപോലെ പ്രസിഡന്റ് ആണ് മാറ്റുന്നത് കേട്ടോ. ഇവിടെ സെൻറ്ററിൻ്റെ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. CAT is not subjected to the procedure laid down in Civil Procedure Code 1908. അപ്പോൾ ഈ സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, ഞാനത് പറഞ്ഞായിരുന്നു, ആക്ടിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു അഡ്ജുഡിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞ് സമൻസ് അയക്കും, പ്രതിഭാഗത്തിന് സമൻസ് അയക്കും, സെർവിങ് സമൻസ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഹിയറിംഗ് നടക്കും. ഹിയറിംഗ് അതായത് വിറ്റ്നസും ഭാഗത്തിൻ്റെ ഡിഫൻസിൻ്റെയും ഈ പറയുന്ന പ്രോസിക്യൂഷൻ്റെ ഒക്കെ ഹിയറിംഗ് നടക്കും. വിറ്റ്നസ്സുകളെ എക്സാമിൻ ചെയ്യും, ഡോക്യുമെൻറ്റ്സ് എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞ് ട്രയൽ നടക്കും. ട്രയലിന് നടത്തിയതിന് ശേഷം ജഡ്ജ്മെൻറ്റ് വരും. ജഡ്ജ്മെൻറ്റിന് ശേഷം അതിൻ്റെ എക്സിക്യൂഷൻ വരും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ 1908 സിവിൽ പ്രൊസീജിയർ കോഡിൽ വരുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കോടതിയിൽ ഉള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഇതേപോലെ പാലിക്കണമെന്ന് നിയമം ആർക്കില്ല? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിനില്ല. അതുകൊണ്ട് തന്നെ CATനും ഈ നിയമം ബാധകമല്ല. അതേപോലെ തന്നെ ആപ്ലിക്കൻറ്റ് ഹാസ് ടു പേ നോമിനൽ ഫീ ഓഫ് 50. നമ്മുടെ CATയിലാണെങ്കിൽ 50 രൂപയാണ്. ഇപ്പം നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട് 100 രൂപയിൽ കൂടുതൽ ആകാൻ പാടില്ല. ഇവിടെ നമ്മുടെ CATയിൽ 50 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലി ആപ്ലിക്കൻ ക്യാൻ അപ്പിയർ ഇൻ പേഴ്സൺ ഓർ ത്രൂ അഡ്വക്കേറ്റ്. ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാജരാകാം, അല്ലെങ്കിൽ ത്രൂ ലോയർ. സാലറീസ്, അലവൻസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ട്രൈബ്യൂണൽ ഓഫീസേഴ്സ്, സ്റ്റാഫ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആണ്. അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പം നമ്മുടെ PSC ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള സ്റ്റാഫുകൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് എക്സാം ഉണ്ട്. അപ്പോൾ അത് PSC നടത്തുന്ന പരീക്ഷ. PSC നമ്മുടെ അതായത് സർക്കാർ ശമ്പളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാരാണ് അപ്പോയിൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവരുടെ അതിലുള്ള ഓഫീസേഴ്സും സ്റ്റാഫുകളുടെയും മറ്റ് എംപ്ലോയീസിൻ്റെയൊക്കെ സാലറീസും അലവൻസും സർവീസ് കണ്ടീഷൻസും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയൊക്കെയാണ് നോട്ടിഫൈഡ് ദ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റാഫ്. അപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്, റൂൾസാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റാഫ് കണ്ടീഷൻസ് ഓഫ് സർവീസ് റൂൾസ് 1985. അതിൻ്റെ ബേസിസിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ, കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ ചന്ദ്രകുമാർ കേസ്. വർഷവും കൂടെ ഓർത്ത് വെച്ചേക്കുക, 1997. അപ്പം നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ ആക്ടിൽ, നമ്മുടെ 85 പ്രിൻസിപ്പൽ ആക്ടിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി ഒഴിച്ച് മറ്റൊരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ ഉൾപ്പെടെയുള്ള അധികാരത്തിനെയല്ലേ അത് ദോഷം ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ 226, 227 പ്രകാരമുള്ള റിറ്റ് ജൂറിസ്ഡിക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രൊവിഷനായിരുന്നു അത്. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ
ഇൻവാലിഡ് ആക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്ന കേസാണ് നമ്മുടെ ചന്ദ്രകുമാർ കേസ് 1997 എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ചന്ദ്രകുമാർ കേസിൽ നമ്മുടെ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അത് ഒരു പാർലമെന്റിനും ഈ ബേസിക് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ആൻഡ് ഡിക്ലെയർ ദിസ്, ഈ ഒരു റെസ്ട്രിക്ഷൻ തെറ്റാണ്. ഹൈക്കോർട്ട് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഓൺ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അതോടെ നമ്മുടെ സുപ്രീം കോർട്ട് ഡിക്ലെയർ ദാറ്റ് പ്രൊവിഷൻസ് ഓഫ് 323A ക്ലോസ് 2 സബ് ക്ലോസ് ഡി ആണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ് 2 നിങ്ങൾ 323A എടുത്തൊന്ന് നോക്കുക. 323A എന്ന് നോക്കുകയാണെങ്കിൽ കുറേയധികം കാര്യം, കുറേ പോയിന്റ്സ് അതിൽ വരും. അതിനകത്ത് ആദ്യത്തെ ക്ലോസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്ലോസിൽ ഡിയിൽ സുപ്രീം കോർട്ടിൻ്റെ ആ എക്സംഷൻ, നോ കോർട്ട് അതർ ദാൻ സുപ്രീം കോർട്ട് ഹാസ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതി ഒഴികെ മറ്റൊരു കോടതിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യമാണ് വരുന്നത്. അപ്പോൾ 323A ക്ലോസ് ആണ്, സബ്സെക്ഷനും ഇതല്ല. ക്ലോസ് 2 സബ് ക്ലോസ് ഡിയിലും അതേപോലെ തന്നെ 323A ക്ലോസ് 3 സബ് ക്ലോസ് ഡിയിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേ എക്സംഷൻ തന്നെ പറയുന്നുണ്ട്, ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വിച്ച് എക്സ്ക്ലൂഡഡ് അപ്പോൾ ഇതുവഴി ഈ സുപ്രീം കോർട്ടിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് വഴി ഹൈക്കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനാണ് അവിടെ കുറയ്ക്കുന്നത്. വിച്ച് എക്സ്ക്ലൂഡഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആൻഡ് ദ സുപ്രീം കോർട്ട് വെയർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഹെൻസ് ജുഡീഷ്യൽ റെമഡീസ് ആർ നൗ അവൈലബിൾ എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് ദിസ് ട്രൈബ്യൂണൽസ്. പ്രിൻസിപ്പൽ ആക്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോടതിയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ആക്ടിൻ്റെ അകത്ത് തന്നെ അത് പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ അഗ്രീവ്ഡ് പബ്ലിക് സർവൻറ്റ് ടു അപ്രോച്ച് ടു സുപ്രീം കോർട്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സർവീസുമായി ബന്ധപ്പെടുന്ന ഒരു ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഒരിക്കലും ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റത്തില്ല. ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റത്തില്ല. ക്യാറ്റിൽ കൊടുക്കണം. അതിനുശേഷം ക്യാറ്റിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കണം. അതിനുശേഷം മാത്രമേ സുപ്രീം കോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ആൻ അഗ്രീവ്ഡ് പബ്ലിക് സർവൻറ്റ് ടു അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് ദ ക്യാറ്റ് വിത്തൗട്ട് ഫസ്റ്റ് ഗോയിങ് ടു ഹൈക്കോർട്ട്. ഇപ്പോൾ ക്യാറ്റിൻ്റെ ഉത്തരവ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിന്മേൽ ആക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് അപ്പീലായി ഹൈക്കോടതിയിൽ പോകാം, അല്ലാതെ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ പാടില്ല. സുപ്രീം കോടതിയിൽ പോകാം ആഫ്റ്റർ ഹൈക്കോർട്ടിൽ അപ്പീൽ ഫയൽ ചെയ്ത് ഹൈക്കോർട്ടിൽ നിന്നൊരു വിധി വരുന്നത് വരെ, അല്ലെങ്കിൽ വിധി വരുന്നതിന് ശേഷം. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് കെ മാധവ റെഡ്ഡി. ആദ്യ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് കെ മാധവ റെഡ്ഡി. 13ാമത്തെ ചെയർമാൻ, തൊട്ട് മുന്നത്തെ ഉള്ള ചെയർമാൻ എൽ നരസിംഹ റെഡ്ഡി. നിലവിലുള്ള ചെയർമാൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രഞ്ജിത്ത് വസന്തറാവു മൂർ. അപ്പോൾ അദ്ദേഹമാണ് നിലവിലുള്ള സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ. ഇനി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് തന്നെയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ചും പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റിക്വസ്റ്റിന് മുകളിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നത്. empowers the central government to establish state administrative tribunals at specific request, സ്വന്തം ഇഷ്ടത്തിനല്ല, at specific request of the state government concerned. ഇപ്പോൾ ക്യാറ്റ് പോലെ തന്നെ SATക്കും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇതേ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ സർവീസ് ഡിസ്പ്യൂട്ട്സും. എവിടുത്തെ സർവീസ് ഡിസ്പ്യൂട്ട്സ്? സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സർവീസ് ഡിസ്പ്യൂട്ട്സും അതേപോലെ സംസ്ഥാനത്തിനകത്ത് വരുന്ന റിക്രൂട്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കേസാണെങ്കിൽ കേരള PSC. ഇനി ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ SAT ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്.
അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വരുന്ന സമയത്ത് ഇവിടെയും പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കേസിൽ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് ഇതാ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി, അതുമല്ല എങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി. അപ്പോൾ ഇവിടുത്തെ കേസാണെങ്കിൽ അതേപോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇവിടുത്തെ, അതായത് സംസ്ഥാനത്തിനകത്ത് വരുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റിൻ്റെ കൺസേൺ സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഇറ്റ് ഹാസ് ദ പവർ ടു കോൺസ്റ്റിറ്റ്യൂട്ട്. ഇതേപോലെ തന്നെ ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഇതേ രീതി തന്നെയാണ്. ഒന്നോ അതിലധികവും സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് എക്സസൈസ് ഓൾ ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് എക്സസൈസബിൾ ബൈ എ സ്റ്റേറ്റ് ട്രൈബ്യൂണൽ. ഇനി നമ്മുടെ സ്വന്തം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാപനമാണ്. നാളെ നിങ്ങളും സർവീസിൽ കയറി കഴിഞ്ഞ് നിങ്ങളുടെ സർവീസുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ വഞ്ചൂരിലുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോവുകയാണ്. ആദ്യം നമ്മുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ റിക്വസ്റ്റ് ഒക്കെ കൊടുക്കണം, അതിനുശേഷം കേസായിട്ടൊക്കെ പോകാവുള്ളൂ. ഒരു വഴി ഇല്ലെങ്കിൽ മാത്രമേ കേസായിട്ടും കാര്യങ്ങളുമായിട്ട് പോകാൻ പാടുള്ളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26. ഇതിന് തൊട്ട് മുന്നത്തെ ദിവസം 2010 ഓഗസ്റ്റ് 25 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അതായത് issued the official notification consisting the administrative tribunal on 25th August 2010. തൊട്ട് മുന്നത്തെ ദിവസമാണ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തൊട്ടടുത്ത ദിവസം നിലവിൽ വന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 15. സെക്ഷൻ 14 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് അതോറിറ്റി. സെക്ഷൻ 15 സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് അതോറിറ്റി. ഇനി സെക്ഷൻ 16 വന്നാൽ ജോയിൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് അതോറിറ്റി. ഇപ്പം നമ്മുടെ 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ടിൻ്റെ സെക്ഷൻ 15 പ്രകാരം ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഓർത്ത് വെച്ച് വയ്ക്കുക. ഇത് ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പർപ്പസ് നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ ഓൾറെഡി. നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ തന്നെ സർവീസ് ഡിസ്പ്യൂട്ട്സ്. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു പോവാവേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് to resolve grievances, disputes relating to service and appointment of Kerala government employees and employees of corporations under the state government control. അപ്പോൾ സംസ്ഥാന ജീവനക്കാരുടെ മാത്രമല്ല, അതായത് സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കമ്പനികളും കോർപ്പറേഷനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരുടെ എല്ലാവിധ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലുണ്ട്. Under section 15 of the act, from the date the tribunal is notified, tribunal notify ദിവസം, അതായത് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയി പബ്ലിഷ് ചെയ്ത ദിവസം മുതൽ it acquires the jurisdiction which is correspondingly withdrawn. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോടതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിക്കാണ് ഈ സർവീസ് ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാനുള്ള അധികാരമെങ്കിൽ എന്ന് മുതലാണോ ഒഫീഷ്യൽ ഗസറ്റിൽ നമ്മുടെ ട്രൈബ്യൂണൽ നോട്ടിഫൈ ചെയ്തത്, ആ ഒരു ദിവസം മുതൽ ആ അധികാരങ്ങൾ, ആ കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് ഉണ്ടായിരുന്ന അധികാരങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സ്വമേധയായി ലഭിക്കുന്നതാണ്. എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട്. ഈ സുപ്രീം കോർട്ടിന് ഒഴിച്ച് ബാക്കി ഏത് കോടതികളും ഈ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. ഇപ്പോൾ പവേഴ്സ് ട്രാൻസ്ഫർ ഫ്രം ദ കോർട്ട് ടു ട്രൈബ്യൂണൽ ഇൻക്ലൂഡ്. ഈ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോയിൻമെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ് ടു എനി സിവിൽ സർവീസ് പോസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. അറിയാന്നുള്ള കാര്യമല്ലേ, എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ഇനി 2, സർവീസ് റിലേറ്റഡ് മാറ്റേഴ്സ് ഓഫ് എംപ്ലോയീസ് ഓഫ് കോർപ്പറേഷൻസ് അണ്ടർ ഡയറക്റ്റ് ഗവൺമെൻറ് കൺട്രോൾ or functioning under the government. അപ്പോൾ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ടു ലോക്കൽ കോർപ്പറേഷൻസ്, സൊസൈറ്റീസ് ഒക്കെ വരാം കേട്ടോ. സൊസൈറ്റികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കോർപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സ്ഥാപനങ്ങളും ഇതിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്.
ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ പറയുന്ന ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത് 2011 ഡിസംബർ 22 തീയതിയാണ്. 2011 ഡിസംബർ 22 ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത്. The principal bench of Kerala Administrative Tribunal is functioning at the old collectorate building at Vanchur. അപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടെ നോക്കി വെച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ പറയുന്ന ജില്ല മാത്രമല്ല എക്സാക്ട് സ്ഥലം ഉൾപ്പെടെ ആണ് ചേർത്ത് PSC ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം കൂടെ കാണും. അല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ജില്ല മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലായ തിരുവനന്തപുരം തന്നെയാണ്, വഞ്ചൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഡീഷണൽ ബെഞ്ച് അതേപോലെ തന്നെ ഒരു അഡീഷണൽ ബെഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഡീഷണൽ ബെഞ്ച് നമ്മുടെ ഹൈക്കോർട്ടിലായിരുന്നു, ഹൈക്കോർട്ട് പ്രിമൈസസിലായിരുന്നു. പിന്നീട് നിലവിൽ ഇപ്പോൾ അത് 2017 അത് മാറ്റി എറണാകുളം ജോസ് ജംഗ്ഷനിലാക്കി. ഈ ജംഗ്ഷൻ ഉൾപ്പെടെ തരണം ഞാൻ വീണ്ടും പറയാം, എറണാകുളം എന്ന് മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഈ ജോസ് ജംഗ്ഷൻ ഉൾപ്പെടെ ആയിരിക്കും. അതേപോലെ തന്നെ ഈവൻ നമ്മുടെ ഹൈക്കോർട്ടിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഹൈക്കോർട്ടിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററിക്കകത്ത് ഇതേ പോയിന്റ്സ് ഹൈക്കോർട്ടല്ല നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസിൻ്റെ ആ ഒരു എബൌട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ടന്റ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലെടുത്ത് നോക്കിയാൽ ഇതേ സെയിം സാധനം അവിടെയുണ്ട്. ആ പറയുന്ന ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ PSC ഈ ഒരു രീതിയാണ്. ഇപ്പം നമ്മുടെ ഒരു പെർട്ടിക്കുലർ കോർപ്പറേഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലുള്ള ഒബ്ജക്റ്റീവ്സും വിഷനും മിഷനും അതേപോലെയാണ് കോപ്പി പേസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നത്. കാരണം അതാണ് കറക്റ്റ് രീതി. കാരണം റാങ്ക് ഫയലിലുള്ളതെല്ലാം കറക്റ്റായിട്ട് ഒഫീഷ്യൽ സൈറ്റിലുള്ള കാര്യം തന്നെയായിരിക്കണമല്ലോ എക്സാമിന് വരേണ്ടത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. അഡീഷണൽ ബെഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് 2014 ഫെബ്രുവരി 14 തീയതി. 2014 ഫെബ്രുവരി 14 തീയതിയാണ്. നിലവിൽ 2017 ഈ പറയുന്ന അഡീഷണൽ ബെഞ്ച് എറണാകുളം ജോസ് ജംഗ്ഷനിലോട്ട് മാറ്റി. ആദ്യം ഇത് നമ്മുടെ ഹൈക്കോർട്ട് പ്രിമൈസസിൽ തന്നെയായിരുന്നു, ഓൾഡ് ബിൽഡിംഗ് ഓഫ് ഹൈക്കോർട്ട് പ്രിമൈസസിൽ തന്നെയായിരുന്നു. ഇനി ആദ്യത്തെ ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഈ പറയുന്ന ചാർജ് എടുത്തത് 2010 സെപ്റ്റംബർ 3 തീയതിയാണ്. അദ്ദേഹം അസ്യൂം ചാർജ് ഓൺ 2010 സെപ്റ്റംബർ 3. ടെനർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ 1985 ആക്ടിൻ്റെ അതേ ടെനറാണ്, 5 വർഷം 68 വയസ്സ് വരെ. ഇനി നിലവിലുള്ള ആൾക്കാരെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തതും നിലവിലുള്ളതുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം നിലവിൽ ചെയർപേഴ്സൺ ഇല്ല, ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് PV ആഷയാണ്. കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബറിൽ ചെയർമാൻ രാജിവെച്ചു. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. അദ്ദേഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5 തീയതി അദ്ദേഹം റിസൈൻ ചെയ്തു. അങ്ങനെ നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് PV ആഷയാണ് ഉള്ളത്. ഷി അസ്യൂം ദ റോൾ ആഫ്റ്റർ ദ പ്രീവിയസ് ചെയർമാൻ. ഇനി അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് PK കേശവനും അതേപോലെ തന്നെ N വാസുദേവൻ. PK കേശവൻ N വാസുദേവൻ. ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പ്രദീപ് കുമാർ. അദ്ദേഹം റീസെൻ്റ്ലി അദ്ദേഹവും റിട്ടയറായി. അദ്ദേഹത്തിൻ്റെയും സർവീസ് കാലാവധി കഴിഞ്ഞായിരുന്നു. അപ്പം നിലവിൽ ഈ 2 പേര് മാത്രമേ ഉള്ളൂ, PK കേശവനും അതേപോലെ തന്നെ വാസുദേവൻ. ഇനി ജുഡീഷ്യൽ മെമ്പർ വന്നിട്ട് MR ശ്രീലതയാണ്. നിലവിലുള്ള രജിസ്ട്രാർ ശ്രീ SV ഉണ്ണികൃഷ്ണൻ നായർ. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 50 രൂപ തന്നെയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ആക്ടിൻ്റെ അകത്ത് 100 രൂപ വരെ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ്. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ വേണമെങ്കിലും അപ്പിയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാൻ പറ്റിയ വേറൊരു ചോദ്യമാണ് സിസ്കാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം PSCക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ. പല കമ്മീഷൻസിൻ്റെയും പല ബോഡീസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വെബ് പോർട്ടൽ, അവരുടെ ആപ്പ്, ഇതൊക്കെയാണ് ഇപ്പോൾ സ്ഥിരമായി ചോദിക്കേണ്ടത്. സർക്കാരിൻ്റെ പുതിയ ആപ്പുകൾ, പുതിയ വെബ് പോർട്ടൽസ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇതേപോലെ ഒരു സാധനമാണ് നമ്മുടെ സിസ്കാറ്റ് പുതിയതല്ല, പക്ഷേ സിസ്കാറ്റ് 2.0 എന്ന് പറഞ്ഞ് പുതിയൊരു സാധനം ഇറക്കിയായിരുന്നു. സിസ്കാറ്റ് എന്ന് പറയുന്നത് കേസ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. നമ്മുടെ കോടതികൾക്കൊക്കെ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ കേസിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കാൻ വേണ്ടി ഓൺലൈനായിട്ട് നോക്കാനുള്ള ഒരു പോർട്ടലാണ്. അത് ഒട്ടുമിക്ക കോടതികൾക്കും ഇന്ന് നിലവിലുണ്ട്, ഒട്ടുമിക്ക ഹൈക്കോടതികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ CIS ആണ്, കേസ് ഇൻഫർമേഷൻ സിസ്റ്റം. കേസിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ് സിസ്കാറ്റ് എന്ന് പറയുന്നത്.
കേസ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി സിസ്കാറ്റ് 2.0 പ്രോജക്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ നന്നായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസും ഇപ്പം നിലവിലുള്ള കേസിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയാൻ പറ്റും. ഫ്രം ദ റെസിപ്റ്റ് സ്റ്റേജ് ടു ദ ഡിസ്പോസൽ സ്റ്റേജ്. ഇനി അതേപോലെ തന്നെ വേരിയസ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ദീസ് സ്റ്റേജസ് വുഡ് ബി റെക്കോർഡഡ്. ഇപ്പം നമ്മുടെ കേസിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഒരു റിക്വസ്റ്റ് സമർപ്പിച്ച് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ച് ഫൈനൽ ഡിസ്പോസൽ വരെയുള്ള ഇടയിലുള്ള കുറേ സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഇടയിലുള്ള സ്റ്റേജിൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് ഈ സിസ്കാറ്റ് 2.0 അറിയാൻ പറ്റും. റിക്വയർഡ് റിപ്പോർട്ട്സ്, ക്വയറീസ്, സമ്മറീസ്, സ്റ്റാറ്റസ് എക്സെട്ര ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം ദ സിസ്റ്റം. നമ്മുടെ ജഡ്ജ്മെൻറ്റ്, കേസ് ലിസ്റ്റ്, കേസ് ഹിസ്റ്ററി, കേസ് സ്റ്റാറ്റസ്, സിസ്കാറ്റ് 2.0 will enable the tribunal to make its functioning completely transparent. അതിലൊന്നും നിങ്ങൾക്ക് ഡൗട്ടില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റിപ്പോർട്ട്, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. സിസ്കാറ്റിനെ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റിപ്പോർട്ട്. ഇവരുടെ ഒരു പബ്ലിക്കേഷൻ പോലെ ഒരു സാധനമാണ്, ഇവരുടെ ഒരു പബ്ലിക്കേഷനോ. പബ്ലിഷ്ഡ് ബൈ ദ ട്രൈബ്യൂണൽ കണ്ടെയ്ൻസ് കോംപ്രിഹെൻസീവ് കവറേജ്. ഇപ്പം നമ്മുടെ ട്രിബ്യൂണലിൻ്റെ ഡെസിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇവരുടെ ഒരു പബ്ലിക്കേഷനും. പബ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക്കേഷൻസ് ഒക്കെ പണ്ട് കാലം മുതലേ ചോദിക്കാറുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പബ്ലിക്കേഷനൊക്കെ പഠിച്ചിട്ട് പോകണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പബ്ലിക്കേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പ്രൊസീജിയർ റൂൾ. ഇനി അടുത്ത പ്രൊസീജിയർ റൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും നമ്മുടെ ആക്ട് പോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, നമ്മൾ ആക്റ്റേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആക്റ്റും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ പല മെറ്റീരിയൽസിലും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പ്രൊസീജിയർ റൂൾസിൻ്റെ ഇതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ റൂൾസും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ആക്ട് പോലെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, കാരണം സിലബസിൽ ആക്ട് പോലെ ഇത് പറയുന്നില്ല. അപ്പോൾ 14 സെപ്റ്റംബർ 2010 നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പ്രൊസീജിയർ റൂൾസ് ആണ്, ആക്ട് അല്ല, പ്രൊസീജിയർ റൂൾസ് നോട്ടിഫൈ ചെയ്തത്. അപ്പോൾ മൊത്തം 32 സെക്ഷൻസ് ആണ് അതിലുള്ളത്, 32 സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ 323B, അത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞായിരുന്നു. പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർ എംപവേർഡ് ടു എസ്റ്റാബ്ലിഷ് അതർ ട്രൈബ്യൂണൽസ് അതർ ദാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. മറ്റു കാര്യങ്ങളില്ലേ ധാരാളം ആ കാര്യങ്ങൾക്ക്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കടുത്ത് നോക്കാം. 323Bയുടെ ബേസിസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ട്രൈബ്യൂണൽസ് ഇന്ന കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും. നോക്കിയാലോ, ടാക്സേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഈ പറയുന്ന ട്രൈബ്യൂണൽസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലൊക്കെ ഉണ്ട്. ലാൻഡ് റിഫോംസിൻ്റെ ട്രൈബ്യൂണലുണ്ട്. ടാക്സേഷൻ ട്രൈബ്യൂണലുണ്ട്. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, IT-AT എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. IT-AT, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നൊക്കെ പറയും. സീലിംഗ്സ് ഓൺ അർബൻ പ്രോപ്പർട്ടീസ്, അതേപോലെ തന്നെ ഇലക്ഷൻസ് ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇത് കൂടെ ഉള്ളതാണ്. ഇതാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത്. പിന്നെ ഫുഡ് സ്റ്റഫ്സ്, അതേപോലെ റെൻറ്റ് ആൻഡ് ടെനൻസി റൈറ്റ്സ് ആഡഡ് ബൈ 75th അമെൻമെൻറ്റ് ഓഫ് 1993. ഓക്കെ, ഈ പറയുന്ന പെർട്ടിക്കുലർ ഫീൽഡുകളിൽ ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരം ആർട്ടിക്കിൾ 323B പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും നൽകുന്നുണ്ട്. ഇനി ട്രൈബ്യൂണൽസ് അണ്ടർ ആർട്ടിക്കിൾ 323B ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബോത്ത് ബൈ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ്, ഈ പറഞ്ഞ മാറ്റേഴ്സിലുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ, അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസും കൂടെ നമുക്ക് നോക്കാവേ ഈ റൂൾസിൽ. അപ്പോൾ സെക്ഷൻ 3 ലാംഗ്വേജ് ഓഫ് ദ ട്രൈബ്യൂണൽ ആണ്. ട്രൈബ്യൂണലിൻ്റെ ഭാഷ എന്താ? ഏത് ട്രൈബ്യൂണൽ? നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ ഏതായിരിക്കും ഭാഷ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മലയാളം, പക്ഷേ അങ്ങനല്ല. കോടതിയുടെ ഭാഷ ഇംഗ്ലീഷാണ് കേട്ടോ. കോടതിയുടെ ഭാഷ ഇംഗ്ലീഷാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒക്കെ ഹിന്ദി ആണെങ്കിലും കോടതി ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ദ ലാംഗ്വേജ് ഓഫ് ദ ട്രൈബ്യൂണൽ ഷാൽ ബി ഇംഗ്ലീഷ്. പിന്നെ കക്ഷികൾ മലയാളത്തിലാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യം നടക്കും. ഈ പറയുന്ന മലയാളത്തിലായിരിക്കും ബാക്കി പ്രൊസീഡിങ്സ് വരുന്നത്. പക്ഷേ ഫൈനൽ വേർഡിക്റ്റ് വരുന്ന സമയത്ത് ഇംഗ്ലീഷിലാണേ. Provided that the parties to a proceeding before the tribunal may file documents drawn up in Malayalam if they so desire. ഇനി provided further that a bench may in its discretion permit the use of Malayalam. ഏതെങ്കിലുമൊക്കെ ബെഞ്ചിന് വേണമെങ്കിൽ ഈ പറയുന്ന പ്രൊസീഡിങ്സിൽ മലയാളമൊക്കെ ആക്കാം. പക്ഷേ എന്ത് സംഭവിച്ചാലും ഫൈനൽ ഓർഡർ എന്തിലായിരിക്കണം? ഇംഗ്ലീഷിലായിരിക്കണം.
ഇനി അടുത്ത സെക്ഷൻ 4 പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നത് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടാണ്. ഇനി സെക്ഷൻ 6 വരുന്നത് ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. 50 രൂപയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. 50 രൂപയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയും. ഈ പറയുന്ന 50 രൂപ ഒന്നെങ്കിൽ അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കാം. അതൊക്കെ ഏതൊക്കെ രീതിയിലാണെന്നാണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. Every application filed with the registrar shall be accompanied by a fee of ₹50 which shall be paid in the form ഒന്നെങ്കിൽ കോർട്ട് ഫീ സ്റ്റാമ്പ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ അഫിക്സ് ചെയ്യണം. അല്ല എങ്കിൽ ഒരു ക്രോസ്ഡ് DD ആയിട്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് രജിസ്ട്രാറിൻ്റെ പേരിൽ ഉള്ള ഒരു ക്രോസ്ഡ് DD, ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഈ ചെക്കും DD ഇങ്ങനെയുള്ള സാധനങ്ങൾ സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ക്രോസിംഗ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, രണ്ട് ക്രോസ് ആയിട്ട് 2 വര ഇടും. എന്നിട്ട് അതിലൊരു 4-5 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു പെർട്ടിക്കുലർ ബാങ്കിൻ്റെ പേര് വേണമെങ്കിൽ അകത്ത് എഴുതാം, അല്ലെങ്കിൽ ചുമ്മാ ക്രോസ് ചെയ്യാം. 5-6 ടൈപ്പ് ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇത്രയും മാത്രം ഓർത്ത് വെച്ചോ. ക്രോസ്ഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓൺ എ നാഷണലൈസ്ഡ് ബാങ്ക് ഇൻ ഫേവർ ഓഫ് ദ രജിസ്ട്രാർ. അല്ല എങ്കിൽ കോർട്ട് ഫീ സ്റ്റാമ്പ്. അല്ല എങ്കിൽ പേയബിൾ അറ്റ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് അറ്റ് ദ സ്റ്റേഷൻ where the tribunal is situated or remitting through crossed Indian postal order drawn in favor of registrar. ഈ ഒരു കാര്യം, ഈ 3 കാര്യം ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ, ഈ 3 തരത്തിൽ വേണം ഈ 50 രൂപ നൽകാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പേബിൾ അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സ്റ്റേഷൻ വെയർ ട്രൈബ്യൂണൽ ഇസ് സിറ്റുവേറ്റഡ്. ഇനി സെക്ഷൻ 7ലേക്ക് വരുന്ന സമയത്ത് ആപ്ലിക്കേഷനിലെ കണ്ടൻസ് ആണ്. സെക്ഷൻ 10ലേക്ക് വരുന്ന സമയത്ത് സർവീസ് ഓഫ് നോട്ടീസ് ആൻഡ് പ്രോസസ്സസ് ഇഷ്യൂഡ് ബൈ ദ ട്രൈബ്യൂണൽ. 13ലേക്ക് വരുന്ന സമയത്ത് സെറ്റിംഗ്സ് ഓഫ് ദ ട്രൈബ്യൂണൽ. ദ ട്രൈബ്യൂണൽ ഷാൽ ഓർഡിനറിലി ഹോൾഡ് സിറ്റിംഗ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിലും, കേരളത്തിലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വേണമെങ്കിലും അവർക്ക് സിറ്റിംഗ്സ് നടത്താവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് at any time the chairman and the tribunal is satisfied that circumstances exist which render it necessary to have sittings of the tribunal at any place other than തിരുവനന്തപുരം, the chairman ഈ പറയുന്ന വേറൊരു സ്ഥലത്ത് സിറ്റിംഗ് നടത്താനുള്ള അധികാരമുണ്ട്. ഇനി സെക്ഷൻ 27ൽ സിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ ട്രൈബ്യൂണൽ. നോർമൽ കേസിലാണെങ്കിൽ 11 മണി തൊട്ട് 1 മണി വരെയും, അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4 മണി വരെയുമാണ് ഇവരുടെ നോർമൽ ആയിട്ടുള്ള സിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ. ഇതും മാറ്റാം, ചെയർമാൻ്റെ ഉത്തരവനുസരിച്ച് മാറ്റാവുന്നതാണ്. സിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ ട്രൈബ്യൂണൽ ഇൻക്ലൂഡിംഗ് എ വെക്കേഷൻ ബെഞ്ച് ഷാൽ ഓർഡിനറിലി ബി ഫ്രം 11 AM to 1 PM and 2 PM to 4 PM subject to any other order made by the chairman. Section 28 powers and functions of the registrar. 30 seal and emblem. അത് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന രീതിയിലുള്ള സീലും എംബ്ലം ഒക്കെ ആയിരിക്കും ഇവർക്ക്. The official seal and emblem of the tribunal shall be as such as the state government may specify. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.